റോയിയുടെ ചില പണമിടപാടുകൾ വിദേശത്തു നിന്നും അതേപോലെ സ്വദേശത്തു നിന്നും പലയിടത്തുമായിട്ട് അദ്ദേഹം നടത്തിയ ചില ഫണ്ടിങ്ങിനകത്ത് ദുരൂഹതയുണ്ട്. അതിനകത്ത് സസ്പീഷ്യസ് ആയിട്ടുള്ള പല പരിപാടികളുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും റോയിയുടെ മുമ്പിൽ പല ഡോക്യുമെൻറ്റ്സ് ആയിട്ട് പല പ്രാവശ്യവും റോയി അപ്പലേറ്റ് അതോറിറ്റിക്ക് മുമ്പിലും ഇൻകം ടാക്സിൻ്റെ ഒഫീഷ്യൽസിൻ്റെ മുമ്പിലും അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പലതിനകത്തും പ്രോപ്പറായിട്ട് ഉത്തരം കൊടുക്കുവാൻ CJ റോയിക്ക് കഴിഞ്ഞിട്ടില്ല. ഇതൊരു സത്യാവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചിലർ പറയുന്നത്, അതായത് റോയിയുടെ കയ്യിൽ സ്ലോവാക്യ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിൻ്റെ, അതായത് ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യത്തിൻ്റെ കോൺസുലേറ്റ് ജനറൽ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് അദ്ദേഹം പണം കൊടുത്താണ് വാങ്ങിയിരിക്കുന്നത്. മനസ്സിലാക്കുക, ഞാൻ ഈ ഡൽഹി ജേർണലിസത്തിലെ ആയുധ വ്യാപാര സംഭവം, അതായത് കപടതകൾ, അത് അന്വേഷിച്ച ഒരു ജേർണലിസ്റ്റാണ്. നിങ്ങൾക്കറിയാം തെഹൽക്ക ഇഷ്യൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ഡൽഹിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ കിങ് പിൻസ്, അതായത് വലിയ ആയുധ ഇടപാട് നടത്തുന്ന എല്ലാ ആളുകളും, ഇപ്പോൾ സുധീർ ചൗധരി ആണെങ്കിലും ബിപിൻ ചന്ദ് ആണെങ്കിലും, അങ്ങനെ നമ്മൾ നമ്പർ ഓഫ് ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ ഇവർക്കൊക്കെ തന്നെ ഒരു ഇൻ്റർനാഷണൽ ബോഡിയുടെ സപ്പോർട്ടുണ്ട്. അതായത് ഇവരൊക്കെ തന്നെ ഈ പല ചെറുതും വലുതുമായിട്ടുള്ള പല രാജ്യങ്ങളുടെയും, അതായത് പ്രത്യേകിച്ച് ഈസ്റ്റേൺ യൂറോപ്പും ആഫ്രിക്കൻ രാജ്യങ്ങളുടെയൊക്കെ കോൺസുലേറ്റ് ജനറൽ പോസ്റ്റ് ഇവർ പണം കൊടുത്തിങ്ങ് വാങ്ങും. അതായത് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, ഞാൻ ഈ അന്ന് അന്വേഷിച്ച സമയത്ത് 2001 അന്വേഷിച്ച സമയത്ത് ഏകദേശം $2 ലക്ഷം കൊടുക്കേണ്ടത്. 2 മില്യൺ, 2 ലക്ഷമാണ് 2001-2002 ഈ രാജ്യങ്ങളിലെ പൊളിറ്റീഷ്യൻസിന്, അവിടെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ പണം കൊടുത്തിട്ടാണ് ഇവർ ഈ പോസ്റ്റ് എടുക്കുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യമായ സംഭവമൊന്നുമില്ല. അവരുടെ ഓഫീസിൽ ഇരുന്ന് തന്നെ അവർക്ക് പ്രവർത്തിക്കാം. അതായത് അവരുടെ ഓഫീസിനകത്ത് തന്നെ കോൺസുലേറ്റ്, അവരിയ്ക്കുന്നത് കോൺസുലേറ്റിൻ്റെ ഓഫീസാണ്. അതോടുകൂടി അവർക്ക് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഇവർക്കുണ്ടാകും. ഇതോടുകൂടി ഇവർക്കെതിരെയുള്ള എയർപോർട്ടിൽ വലിയ ചോദ്യങ്ങളും പരിപാടികളും ഒന്നുമില്ല. ഡിപ്ലോമാറ്റിക് ഗേറ്റിൽ കൂടെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇവർക്ക് പോകാനും വരാനും സാധിക്കും. കസ്റ്റംസിൻ്റെ ചെക്കിംഗ് ഒന്നുമില്ല. അതേപോലെ തന്നെ ഇവർക്കെതിരെ വരുന്ന ചെറിയ മറ്റുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ചെറിയ ഫിനാൻഷ്യൽ ഡീൽസും പരിപാടികളൊക്കെ ഈസി ആയിട്ട് ഇവേഡ് ചെയ്യാൻ സാധിക്കും.